my dear kiddos, to a new session of Ellen's Academy's English class. In this session, we'll be dealing with how to write a memo. How to write a memo ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. We have in the last session we have discussed what is a memo, what is a letter, what is the distinction between a memo and a letter എന്ന് നമ്മൾ പഠിച്ചു. And also along with that, what is exactly a memo എന്ന് നമ്മൾ പഠിച്ചു. An informal return or typed message to someone in the same organization. നമ്മൾ ഇവിടെ ഡിസ്റ്റിങ്വിഷൻ ആയിട്ട് പഠിച്ചത് എന്താണ്? ഒരു സെയിം ഓർഗനൈസേഷനില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലോ ഒരു ഹെഡ് ഓഫീസർ ഒരു ബാക്കിയുള്ള സബോർഡിനേറ്റ്സിന് വേണ്ടിയിട്ട് പാസ് ഓൺ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഒരേ ഓർഗനൈസേഷന്റെ അകത്താണ് നമ്മൾ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഓവർ ഹിയർ ഇസ് ദ മെമോ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. സോ with this we are gonna see how to write a memo. നമ്മൾ എന്താണ് പറഞ്ഞത്? It shall be of എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഒരു സമ്മറിയിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ സമ്മറിയിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, it shall have a heading, opening statement, a body and also a closing statement, right? ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും കൂടെ ഉള്ള ഒരു ഷോർട്ട് ഇൻഫോർമൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു മെമോ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ തിങ്സ് ടു ബി തോട്ട് while you're writing a memo? While writing a memo, the following points should be kept in the mind. First one, state the subject clearly and precisely so that the reader immediately understands the purpose. എന്താണ് നമ്മൾ ആദ്യം ഒരു മെമോ എഴുതാൻ പോകുമ്പോൾ we have to have that idea we're going to write such certain points or information are to be pointed out by the reader. അല്ലെങ്കിൽ ഡീകോഡർ ഞാൻ കൊടുക്കുന്ന ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ആ ഡീകോഡറിന് മനസ്സിലാവേണ്ടത്. സോ സ്റ്റേറ്റ് ദ സബ്ജക്ട് ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി. സോ എന്താണ്? ദീസ് മെമോസ് ഷുഡ് ബി ക്ലിയർ. നമ്മൾ വായിച്ചു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവണം. ഇല്ലെങ്കിൽ ഭയങ്കര ഹാഷ് വേർഡ്സ് ഒക്കെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഓക്കെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, സോ ഐ ഹാവ് ടു ഷോ ഓഫ് മൈ വാട്ട് ഐ എം ഹാവിംഗ് വിത്തിൻ മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കല്ല വേണ്ടത്. ദ ഇൻഫർമേഷൻ യു ആർ പാസിംഗ് ഓൺ ഷുഡ് ബി very clear. So we have to write the memo in such a manner you're making the information clear, and it should be in a precise mode. ഒരു ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കണം നിങ്ങൾ ഒരു മെമോ റൈറ്റ് ചെയ്യേണ്ടത്. സോ ഒരു പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ചുരുക്കി ക്ലിയർ ആയിട്ട് അത് എൻകോഡർ തരുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന അതേ കണ്ടന്റ് അതേപോലെ ഡീകോഡറിന് മനസ്സിലാക്കുന്ന രീതിയിൽ you have to state the subject clearly as well as precisely. The reader should immediately understand the purpose. എന്തിനാണ് ഒരു സബോർഡിനേറ്റിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ഓക്കെ ഇത് മനസ്സിലാക്കി വായിച്ച് ഞാൻ വന്നിട്ട് ഒരു 4-5 മണിക്കൂർ ഇത് വായിച്ച ശേഷം എനിക്ക് ഇത് പോയിട്ട് ജോലി ചെയ്യാതാ മതി എന്നാണോ? No, immediately the person who is writing the or reading the memo should understand what is meant by the memo. ഇല്ലെങ്കിൽ ഈ മെമ്മോയിൽ തന്നുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? ഒരു മേ ബി ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ലോഞ്ചിങ് ആണ്. ഈ ഒരു ലോഞ്ചിങ് ടൈമില് ഈ ഒരു പ്രോഡക്റ്റ് മേക്കിംഗ് ടീമും മാർക്കറ്റിംഗ് ടീമും ഇത് പ്രൊഡക്ഷൻ ടീമും മാർക്കറ്റിംഗ് ടീമും കൂടെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ടത്? പെട്ടെന്ന് മാർക്കറ്റിംഗ് ടീം ഒരു പ്രൊഡക്ഷൻ ടീമിലേക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഈ പ്രോഡക്റ്റിന്റെ മേ ബി ഇറ്റ്സ് ഓഫ് ഒരു ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് കമ്പനിയാണ്, ഒരു ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് ഒരു റാമൻ കമ്പനിയാണ്. ഈ ഒരു റാമന്റെ കാര്യത്തില് ഇവര് പുതിയൊരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വരേണ്ടത്? ഓക്കെ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി എന്ന രീതിയിൽ വലിയ മെമോസ് ഒക്കെയാണോ എഴുതി കൊടുക്കേണ്ടത്? No, it shall be a clear one as well as a precise one. The second point, my dear students, it's the get to the main message quickly without unnecessary introduction. ഞങ്ങള് റാമൻ ഉണ്ടാക്കുന്ന ഇതേ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ കമ്പനി ഡിപ്പാർട്ട്മെന്റ് ആണ്, ഞങ്ങളുടെ മെയിൻ ഹെഡ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ലാഗ് അടുപ്പിച്ച് ഒരു ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് ഇതൊക്കെ വായിച്ചു വരുമ്പോഴത്തേക്കും അവിടെ മാർക്കറ്റിംഗ് ടീമിന് ആ പ്രിസൈസ് ടൈമില് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചെയ്ത് തീർക്കേണ്ട ഒരു ആക്ട് ആയിരിക്കും. അത് ചെയ്യാൻ പറ്റത്തില്ല. സോ അറ്റ് ദ വെരി പോയിന്റ് ഷാൽ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ മെമോ with such a clarity, and it should be very precise, and the main message should quickly
understood by the decoder. So get the main message quickly without unnecessary introduction. And the third one, my dear students, it's the use short, simple and clear sentences. വലിയ വലിയ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, ഇല്ലെങ്കിൽ ഐ ഹാവ് ദ പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ്, സോ ഐ ഹാവ് ടു ഷോ സം ഓഫ് മൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര വലിയൊരു സെന്റൻസിലൊക്കെ ഫ്രെയിം ചെയ്തതിനു ശേഷം ഇത് വേറെ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒരു ശശി തരൂർ ലെവൽ ഓഫ് ഇംഗ്ലീഷ് ഒക്കെ ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഐ ഷാൽ ആക്ട് എന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റ് വിചാരിക്കത്തുള്ളൂ. സോ അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ കൈമാറുന്ന ഒരു മെമോ തമ്മിൽ എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് ബി എ ഷോർട്ട് വൺ, മോസ്റ്റ് സിമ്പിൾ വൺ. എത്ര സിമ്പിൾ ആക്കാൻ പറ്റുമോ അത്രയും സിമ്പിൾ ആയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ക്ലിയർ സെന്റൻസ് ആവണം. ഇത് പറയുന്നത് അതേപോലെ ഇൻ ദ സെയിം സെൻസിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ എ ക്ലിയർ സെന്റൻസ്. And the next one, my dear students, what's the fourth one? Prefer direct statements and personal pronouns where appropriate. എന്താണ് prefer direct statements and personal pronouns? He, she, you, അല്ലെങ്കിൽ maybe like പേര് ഇപ്പോ കൊടുക്കുകയാണ്. My name is Sharon. So Sharon എന്ന് കൊടുത്തിട്ട് Sharon, you have to do this thing എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് ടീമിന് കൊടുക്കുന്നത്. അപ്പൊ ഈ മാർക്കറ്റിംഗ് ടീമിന്റെ ഹെഡ് ഞാനാണെന്ന് വിചാരിച്ചാൽ ഷാരൻ, you have to produce the appropriate structured appropriate one legal appropriate presentation about the product within 5 PM. ഒരു 5 PM തന്നെ നിങ്ങൾ എനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ അയച്ചു തരണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാല് അത് ഒരു മാർക്കറ്റിംഗ് എന്താണോ ചെയ്യേണ്ടത്, ആ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്നിട്ട് എന്താണോ ചെയ്യേണ്ടത് അതേപോലെ ഒരു ഡയറക്റ്റ് ആയിട്ട് ആർക്കാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ആ ആൾക്ക് മാത്രമാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നെങ്കിൽ പേഴ്സണൽ പ്രൊനൗൺ ഷുഡ് ബി യൂസ് or direct statement should be made. ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോൾസ് വന്നിട്ടുണ്ട്, യു ഹാവ് ടു റെക്ടിഫൈ യുവർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആകാം, അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊനൗൺസ് ആവാം. ഇല്ലെങ്കിൽ ഇത് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും വെച്ചിട്ട് ആയിരിക്കും മീൻ ചെയ്തത്, ആരാണ് ചെയ്യേണ്ടത്, അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. ആ കൺഫ്യൂഷൻ കാരണം എന്താണ് മക്കളെ? ദാസ് എ ഡിസ്പ്യൂട്ട് ആൻഡ് ഓൾസോ ദാസ് എ വേസ്റ്റേജ് ഓഫ് ടൈം. അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ആവാണ് ചെയ്തത്. സോ ഇഫ് യു ആർ നോയിങ് ഹു ഈസ് കേപ്പബിൾ ഓർ whom this letter or the information should pass on എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ you have to choose the personal pronoun to write in your memo. Clear മക്കളെ? So moving on to the fifth one, break the message into points or paragraphs for better readability. എന്താണ് അത്? ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കണം. മകപ്പ് ചെയ്ത് നമ്മളിത് വായിച്ചുമ്പോഴത്തേക്കും ഒരു സിഗ്സാക് മോഡിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവണം. മെമ്മോ തന്നെ വായിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി പോകാനുള്ള കംപ്ലീറ്റ് വായിക്കാനുള്ള ഒരു ടൈം പോലും ഉണ്ടാവില്ല. സോ ഒരു സിഗ്സാക് വായനയില് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് മെസ്സേജ് നമ്മുടെ തലയിൽ കയറണം. സോ ബ്രേക്ക് ദ മെസ്സേജ് ഇൻ ടു പോയിന്റ്സ് ഓർ പാരഗ്രാഫ്സ് ആയിട്ട് മാറ്റാം, ഇല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ ഇതിനെ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷാൽ ബി എ ബെറ്റർ ഓപ്ഷൻ ഫോർ മോർ ബെറ്റർ റീഡബിലിറ്റി. അല്ലെങ്കിൽ ബെറ്റർ റീഡബിലിറ്റിക്ക് കുറേ കൂടി പ്രിഫർ ചെയ്യുന്ന ഇതാണ്. You should use points as well as paragraphs instead of writing it as a very long essay. ഒരു വലിയൊരു essay പോലെ എങ്ങനെ എഴുതി പോവാതെ break them into a point bullet points ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യാം. or you can also write it as a paragraph. Clear അല്ലേ മക്കളെ? Now the sixth one, keep the memo brief as the reader may be busy and may not have time to read the long message. എന്താണ്? ഭയങ്കര ഷോർട്ട് ആയിട്ട് വെക്കാനാണല്ലേ പറയുന്നത്. വലിയ വലിയ കാര്യങ്ങളൊന്നും വായിച്ച് തിട്ടപ്പെടുത്തി മനസ്സിലാക്കാനൊന്നും ഇവർക്ക് ഒരു ടൈം ഉണ്ടാവത്തില്ല. സോ യു ഹാവ് ടു മേക്ക് ദിസ് വെരി ബ്രീഫ്. വൈ? ബിക്കോസ് ദ റീഡർ മേ നോട്ട് ഹാവ് or he might be very busy. So you have to keep the memo brief. This is what you have to have in your mind while you're writing a memo. ഒരു മെമ്മോ എഴുതുമ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. So what is a memo, my dear students? The memo is simply
an informal return or a tied message to someone in the same organization. And here we have studied how to write a memo. So, my dear students, now let's move on to the section number 2. Letters lekkaanu nammal ini kadakkan pogunnathu. So, what do you mean by a letter? നമ്മൾ distinguish ചെയ്ത് പഠിച്ചതാണ് what is a memo, what is a letter എന്ന് പറഞ്ഞ് നമ്മൾ distinguish ചെയ്ത് പഠിച്ചൊരു സംഗതിയാണ്. So, now we are going to learn what is a letter. A letter is a written message sent from one person or organization to another for the purpose of conveying information. എന്താണ് ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വേറൊരു പേഴ്സണോ ഓർഗനൈസേഷനോ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്ന ഫോർമൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് ലെറ്റർ എന്ന് പറയുന്നത്. Letters may be formal or informal depending on the purpose. So it can be a formal as well as an informal letter depending on what purpose it is written for. ഒരു ഫ്രണ്ടിന് അയക്കുന്ന ഭയങ്കര ഫോർമൽ ആയിട്ട് ഞാൻ ഷാരൻ റോണിയാണ്, ഇന്നടുത്ത് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, ആൻഡ് ഓൾസോ ഐ എം ഹാവിങ് ദിസ് മച്ച് തിങ് ആൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനാൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ ഫോർമൽ ലാംഗ്വേജസ് യൂസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഒരു ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ലെറ്റേഴ്സ് അയക്കുകയാണെങ്കിൽ എന്താണ് ഷുഡ് ബി ഇൻ എ വെരി ഇൻഫോർമൽ വേ അല്ലേ, എന്താണ് സുഖമാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. അതേ വഴി നമ്മളൊരു ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഫോർമൽ മെയിൽ ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ ടു അഡ്രസ് ഉണ്ടാകും, ഡേറ്റ് ഉണ്ടാകും, സാല്യൂട്ടേഷൻ ഉണ്ടാകും, ആൻഡ് ഓൾസോ നമ്മൾ എന്തിനാണ് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് ഉണ്ടാകും, ആൻഡ് എന്നെ ബോഡിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും. ഇപ്പൊ ഒരു മേയർക്കാണ് അയക്കുന്നത്, ഓരെൽസ് നമ്മുടെ സ്ട്രീറ്റ് ഡോഗ്സിന്റെ ഇഷ്യൂസിനാണ് നമ്മൾ അയക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എക്സാംസിന് കാര്യങ്ങൾ ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ലെറ്റർ അയക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഇൻ എ ഫോർമൽ മാനർ. സോ ലെറ്റേഴ്സ് മേ ബി ഓഫ് എ ഫോർമൽ ഓർ എൻ informal depending on the purpose. In professional communication, letters are generally formal and are used for external communication with individuals, companies, institutions, or authorities. In professional communication, letters are generally formal. They are generally formal. ഒരു professional communication എന്താണ് സുഖാണോ കണ്ടിട്ട് കുറെ നാളായി എന്ന് പറഞ്ഞിട്ടല്ല we'll be writing a letter. It will be in a formal mood and are used for external communication. ഒരു ഓർഗനൈസേഷനെ ലീഗലി ഒരു ഓർഗനൈസേഷനെ ഒരു പേഴ്സൺ ആയിട്ടാണ് ലോ കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു പേഴ്സൺ ഉണ്ടാവുന്ന സിമിലർ കൈൻഡ്സ് ഓഫ് റൈറ്റ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിക്ക് ഉണ്ടാകും, ഒരു സിമിലർ കൈൻഡ്സ് ഓഫ് ഡ്യൂട്ടീസ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകും. അതേപോലെ ഒരു എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഒരു പേഴ്സൺ വേറൊരു പേഴ്സൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് വിൽ ബി യൂസിങ് എ ലെറ്റർ. അതേപോലെ രണ്ട് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻസിന് വിൽ ബി യൂസിങ് ലെറ്റേഴ്സ് and used for external communication with individuals, companies, institutions, or authorities. This person can also write to an organization. ഒരു പേഴ്സൺ വേറൊരു പേഴ്സണോ ഒരു ഓർഗനൈസേഷൻ വേറൊരു ഓർഗനൈസേഷനോ ഒരു പേഴ്സണോ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പേഴ്സണോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്നത് തന്നെയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അയക്കുന്നതിനെയാണ് നമ്മൾ ലെറ്റേഴ്സ് എന്നതുകൊണ്ട് പറയുന്നത്. This letter can be of a formal method or in an informal mode. ഈ ഇൻഫോർമൽ മോഡും ഫോർമൽ മോഡും ഒക്കെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അത് എഴുതുന്ന ആളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസൈഡ് ചെയ്തതിനു ശേഷം it is the discretion of the writer or the encoder in which manner I should write the letter എന്നുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? Now let's learn about the structure of a letter. ഒരു ലെറ്ററിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാം. The first one, my dear students, it's the sender's address. Sender's address ആണ് first one. Sender's address ആണ് നമ്മൾ ഇവിടെ ആദ്യം കൊടുക്കുന്നത്. It is written at the top right corner. Top right cornerലാണ് നമ്മൾ sender's address എഴുതുന്നത്. You address at the top right corner. നമ്മളാണ് ഒരു ലെറ്റർ എഴുതുന്നുണ്ടെങ്കിൽ this is the paper. Imagine this is the paper. ഈ top right, this is right. അപ്പൊ ഈ top right cornerൽ ഇവിടെ നമ്മൾ സെൻഡേഴ്സ് അഡ്രസ് എഴുതല്ലേ. ആരാണ് എഴുതുന്നത്? ഇപ്പൊ എന്റെ പേര് ഷാരൻ റോണി. ഷാരൻ റോണി, ഞാൻ എവിടെ നിന്നാണ്? ഫ്രം കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് എഴുതും.
സോ സെൻഡേഴ്സ് അഡ്രസ് ഇവിടെ സെറ്റ് ആയി. ഇനി എന്താണ്? ഡേറ്റ് വേണമല്ലേ? ബിലോ ദ സെൻഡേഴ്സ് അഡ്രസ് യു ഹാവ് ടു റൈറ്റ് എ ഡേറ്റ്. ഇപ്പോ 30th of Jan 2026 നിങ്ങൾ സെൻഡേഴ്സ് അഡ്രസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വിട്ടതിന് ശേഷം യു ഹാവ് റിട്ടേൺ ദ ഡേറ്റ്. ആൻഡ് റെസിപ്പിയൻസ് അഡ്രസ് എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്? ദാറ്റ്സ് ദ റെസിപ്പിയൻസ് അഡ്രസ്. The address of the person you are writing to or placed on the left starting below the date. So generally it is right below the address itself. Recipient's date എന്ന് പറയുമ്പോൾ ഇതിന്റെ അടിയിൽ തന്നെ ഇങ്ങനെ വന്നിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. To whom you are writing? To the Education Minister of Kerala. The Education Minister Kerala. I'm writing this letter. എന്ന് പറഞ്ഞിട്ട് ഇതിന് ശേഷം എന്താണ് മക്കളെ? ഒരു ലെറ്ററിന്റെ നമ്മൾ സെൻഡേഴ്സ് അഡ്രസ് കണ്ടു, ഡേറ്റ് കണ്ടു, ടു അഡ്രസ് കണ്ടു, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സാല്യൂട്ടേഷൻ. സാല്യൂട്ടേഷൻ ആണ് സർ അല്ലെങ്കിൽ മാം അല്ലെങ്കിൽ നെയിം വെച്ചിട്ട് സർ ഇങ്ങനെയൊക്കെയാണ് ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ സർ എന്നാണ് സംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റിട്ടൺ സർ ഒരു കൊമ. അങ്ങനെയാണ് നിങ്ങൾ സാല്യൂട്ടേഷൻ കൺവേ ചെയ്യുന്നത്. പിന്നെന്താണ്? ദ ബോഡി ഓഫ് ദ ലെറ്റർ. എന്താണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്, ആ ലെറ്ററിൽ എന്താണോ നിങ്ങൾ എന്ത് മെസ്സേജ് ആണോ കൺവേ ചെയ്യാൻ പോകുന്നത്, ഇറ്റ് ഷാൽ ബി റിട്ടേൺ ആസ് ദ ബോഡി. ദ ബോഡി ഷുഡ് കണ്ടെയ്ൻ ഇൻട്രൊഡക്ഷൻ, മെയിൻ കോണ്ടന്റ് ആസ് വെൽ ആസ് എ കൺക്ലൂഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ വേണം. I am a student of this school or I am working as this and this എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ വേണം. ആരാണ് നിങ്ങൾ? What is your issue? I am facing so and so issues because of the examination dates അല്ലെങ്കിൽ എക്സാമിനേഷന് ഇങ്ങനെയൊക്കെ ഞാൻ ഇഷ്യൂസ് എന്റെ മുമ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആൻഡ് റൈറ്റ് ദ മെയിൻ കോണ്ടന്റ്. എന്താണ് നിങ്ങൾ, വാട്ട് ഇസ് യുവർ പ്ലീ എന്ന് എഴുതാം. ഫോർമൽ ലെറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ മെയിൻ കോണ്ടന്റ് എന്താണ് വരുന്നത് ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. സോ വാട്ട്സ് യുവർ purpose of writing this letter is given in the introduction, and what you are seeking for is given in the main content. And as a conclusion, I am seeking or I am hoping forward that you will be doing such and such solution for my issue എന്ന് പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷനും കൂടെ. This is the body of a letter. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ വരുന്നുണ്ട് മക്കളെ? ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, മെയിൻ കോണ്ടന്റ് വരുന്നുണ്ട്, as well as there's a conclusion. And at last we'll be closing this letter by using yours sincerely ഇല്ലെങ്കിൽ yours respectfully എന്നൊക്കെ വെച്ചിട്ടാണ് ഒരു ലെറ്റർ. ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവല്ലേ? ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റില് yours sincerely എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഫോളോഡ് ബൈ യുവർ സിഗ്നേച്ചർ ആൻഡ് നെയിം. ഒരു സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം യു വിൽ ബി റൈറ്റിംഗ് യുവർ നെയിം, ഷാരൺ റൂണി. സോ ഇങ്ങനെയാണ് അറ്റ് ലാസ്റ്റ് സ്ട്രക്ചർ ഓഫ് എ ലെറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻട്രോ ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും, സീക്കിംഗ് വാട്ട് ഇസ് യുവർ ക്ലെയിം എന്നാണ് പറയുന്നത്. ഐ എം ഹോപ്പിംഗ് ഫോർവേഡ് ദാറ്റ് യു വിൽ ബി ഡൂയിങ് സച്ച് ആൻഡ് സച്ച് സൊല്യൂഷൻ ഫോർ മൈ ഇഷ്യൂ സ്റ്റേറ്റഡ് ബിഫോർ, അല്ലെങ്കിൽ സ്റ്റേറ്റഡ് മുമ്പേ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള എന്റെ ഇഷ്യൂസിനൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കൺക്ലൂഷൻ തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ എം ഹോപ്പിംഗ് ഫോർവേഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് സച്ച് എ help shall be made by you എന്ന് പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷനും കൂടെ. And what at last is the enclosures. Mention any documents you are including with the letter. ഇതിന്റെ കൂട്ടത്തില് നിങ്ങൾ എന്തെങ്കിലും വേറെ നിങ്ങളുടെ 10th പാസിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ ഒരു ലെറ്ററിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മെൻഷൻ സച്ച് ആൻഡ് സച്ച് ഡോക്യുമെന്റ്സ് ഇതിന്റെ കൂട്ടത്തിൽ അയക്കുന്നുണ്ട്. യു ഹാവ് ടു വാല്യൂ ദാറ്റ് ടു. ഇല്ലെങ്കിൽ അത് മിസ്സായി പോയ കാര്യമില്ലല്ലോ. സോ ഇങ്ങനെയൊക്കെ ഞാൻ അയക്കുന്നുണ്ട്, ഇതിനൊക്കെ കോപ്പീസ് ഞാൻ അയക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒറിജിനൽ വേർഷൻ ഞാൻ അയക്കുന്നുണ്ട്, പ്ലീസ് ഡു ടേക്ക് കെയർ ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഡോക്യുമെന്റും കൂടെ ഇതിന് കൂടെ അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെന്റും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കൂടെ നിങ്ങൾ ലാസ്റ്റ് എഴുതണം. Clear alle makle? Settle. So with this we are winding up. We have learned in this session about what is a letter. A letter is generally of formal uses. It can be informal too, but it is a very popularized written communication which is written in between human beings, in between organization, or between human beings as well as organization. So we have learned what is the structure of a letter, and also we've discussed what is the structure of a memo, how to write a memo. ഒരു heading വേണം, ഒരു opening വേണം, ഒരു body വേണം, and also there should be a closing.
So with this, we are winding up today's session with a colorful pop-up. Let's learn what are the different types of letters we are gonna see in this